നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞ് പോയി നമ്മൾ മെല്ലെ. മഴയറിഞ്ഞില്ലിരവറിഞ്ഞില്ല അകമഴിഞ്ഞോ നമ്മൾ തമ്മിൽ മെല്ലെ. അണിയമായി നീയമരമായി ഞാൻ ഉടൽ തുളുമ്പി തുവി തമ്മിൽ മെല്ലെ. വാ വാ വാ, നാണിക്കൊന്നും വേണ്ട. ഞാൻ തന്നെ എത്ര പെണ്ണ് കണ്ടതാ, പക്ഷെ ഒന്നും നടന്നില്ല. കഷണ്ടിക്കാർക്ക് ഡിമാൻഡ് പോരെന്ന്. മഹാത്മാഗാന്ധി പോലെ മൊട്ടയായിരുന്നെന്ന് ഇവളുമാരെന്താ ഓർക്കാത്തത്? കഷ്ടം തന്നെ. ആ കമലേഷ് ചേച്ചി, ദേ ഞങ്ങൾ ചെറുക്കനും കൂട്ടരും എത്തിയിട്ടുണ്ട്. നിങ്ങൾ എത്തിയോ? ഇരിക്ക് പിള്ളേരെ, ദാ ചെക്കനും കൂട്ടരും എത്തി. മോളെ ആതിരേ, ദേ കഴിഞ്ഞമ്മേ. എന്നാ വേഗം ഇറങ്ങാൻ നോക്ക്. രാഹുകാലത്തിന് മുമ്പേ പെണ്ണ് കാണൽ ചടങ്ങ് നടത്തണം. നിങ്ങൾ നോക്കി നിൽക്കാതെ ഇരിക്കേ. എന്നാലും എന്റെ കമലേഷ് ചേച്ചി, ഇത് ലോകത്തെങ്ങില്ലാത്തൊരു ഏർപ്പാടായി പോയി. കല്യാണം കഴിച്ച് 2 വർഷം ഒരുമിച്ച് വെച്ച പെണ്ണും ചെക്കനും വീണ്ടും പെണ്ണ് കാണാന്ന് വെച്ചാ ഇതൊക്കെ ഒരു വാശിയല്ലേ സുഗുണ? സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ജയിക്കാൻ വേണ്ടി കമലാക്ഷി എന്തും ചെയ്യും. പെണ്ണ് കാണല് മാത്രമല്ല, വേണ്ടി വന്ന ഞാൻ ഇവരുടെ ജനനം വരെ പബ്ലിക്കായിട്ട് അവതരിപ്പിക്കും. സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആജീവനാന്ത പ്രസിഡന്റ് സർവശ്രീ സുനീഷ് കുമാറിന്റെ ഓരോരോ അമ്മയല്ലേ ഞാൻ. എന്നാ പിന്നെ ചടങ്ങ് തുടങ്ങിയാലോ ചേച്ചി? പിന്നെ വിളിക്കേ. നിങ്ങൾ മക്കളെ ഇരിക്കി. മോളെ ജനനി, വർഷമായി വെണ്ണിലെ വെണ്ണില തൂവലായി ഒരു തുടം നീർത്തെളിയിലൂടെ പാർന്നു നമ്മൾ നമ്മെ മെല്ലെ. പല നിറപ്പൂ
നിൽക്കാതെ ചായ കൊടുക്കുമോളെ. ഹരിക്കുട്ടാ, നന്നായിട്ട് നോക്കിക്കൊള്ളണം കേട്ടാ. പെണ്ണിന് വല്ല ചട്ടുകാലോ മുടന്തോ കോങ്കണ്ണോ ഉണ്ടോന്നൊക്കെ നോക്കിക്കൊള്ളണം. ഒടുക ഞങ്ങളെ കുറ്റം പറയരുത്. ആ പെണ്ണിന് ചെക്കനെ നോക്കാം കേട്ടോ. ഇത് പഴയ കാലമൊന്നല്ല. പെണ്ണിനും ചെക്കനും തുല്യ നീതിയാ. ചെറുക്കന് പെണ്ണിനെയും പെണ്ണിന് ചെറുക്കനെയും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി എന്തിനാ കമലേഷ് ചേച്ചി നമ്മൾ വെച്ച് താമസിപ്പിക്കുന്നേ? എടിപിടിന്ന് കല്യാണം നടത്താന്നേ. അപ്പൊ മുഹൂർത്തം കുറിക്കേണ്ട ചേച്ചി? അതൊക്കെ ഞാൻ കുറിച്ചോളാം. ഈ വരുന്ന തിങ്കളാഴ്ച കാലത്ത് 10:30-നും 11:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പുന്നപ്രദേശത്ത് മാണിക്യമംഗലത്ത് വീട്ടിലെ ഹരിദാസും കോതാറച്ചിറ ദേശത്തെ കമലാലയത്തിലെ ജനനിയും വിവാഹിതരാകുന്നു. അയ്യോ, ജനനിയുടെ വീട്ടുപേര് വരിക്കോല്ലെന്നാ? അത് പണ്ട്. ഇത് പുതിയ ജനനിയാ. ഇവളുടെ വിലാസം ഇപ്പൊ ഇതാ. ഇവളിപ്പോ കമലാലയത്തിലെ ജനനിയാ. എന്റെ സ്വന്തം മോള് ജനനി. ഇണക്കങ്ങൾ പിണക്കങ്ങൾ കൊളുത്തിയില്ലേ കെടുത്തിയില്ലേ, ഈ കഥ ജീവിതമായി മാറുകില്ലേ. ഇണക്കങ്ങൾ പിണക്കങ്ങൾ കൊളുത്തിയില്ലേ കെടുത്തിയില്ലേ, ഈ കഥ ജീവിതമായി മാറുകില്ലേ. പൊട്ടിച്ചിരിച്ചും ഇടയ്ക്കിടെ വാശി പിടിച്ചും